വാർത്തകൾ തുടർന്നു. എൻഡിഎയുടെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. സഖ്യകക്ഷികളായ ടിഡിപിയും ജെഡിയുവും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി ഇന്നും ചർച്ച തുടരും. ഇതിനു മുന്നോടിയായി ജെഡിയു എംപിമാരുടെ യോഗം ദില്ലിയിൽ നിതീഷ് കുമാറിന്റെ വസതിയിൽ ആരംഭിച്ചു. ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തിനകം ചേരുകയും ചെയ്യും. യോഗത്തിൽ പങ്കെടുക്കാൻ അജിത് പവാർ ദില്ലിയിലെത്തിയിട്ടുണ്ട്. എൻഡിഎ എംപിമാരുടെ യോഗവും ഇന്ന് ദില്ലിയിൽ നടക്കും. അതേസമയം പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്നെ എത്തിയേക്കുമെന്നാണ് വിവരം. ഓഹരി കുംഭകോണ ആരോപണത്തിൽ നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ നിലപാട് കടുപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. ശരത് കെ ശശി ആദ്യമുണ്ട് നമ്മോടൊപ്പം. ശരത്, എൻ ഡി എയിൽ ഇപ്പോൾ അജിത് പവാർ പിണങ്ങി നിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള, പക്ഷേ ഇന്ന് ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ജെ ഡി യു ആയിക്കോട്ടെ ടി ഡി പി ആയിക്കൊള്ളട്ടെ അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുപക്ഷത്ത് ഇന്ത്യ ബ്ലോക്ക് ഇരുവർക്കും വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുന്നു. വലിയ സങ്കീർണമായ പ്രക്രിയയാണ് ബി ജെ പി നേതൃത്വത്തിന് എൻ ഡി എയിൽ പൂർത്തീകരിക്കാനുള്ളത്. നികേഷ്, തീർച്ചയായും 1-2 മോദി മന്ത്രിസഭ രൂപീകരണം പോലെ അത്ര എളുപ്പമല്ല മൂന്നാം NDA സർക്കാരിൻ്റെ രൂപീകരണം എന്നുള്ളത് വ്യക്തമാണ്. 2 ദിവസം മാത്രമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ളത്. പക്ഷേ അപ്പോഴും ഘടകകക്ഷികളുമായുള്ള ഒരു മന്ത്രിസ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇന്ന് 11:30 NDA പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ഈ യോഗം ചേരുക. അതിനു മുൻപായി ഇപ്പോൾ വിവിധ NDA ഘടകകക്ഷികൾ അവരുടെ പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. JDU യോഗം, അതുപോലെ തന്നെ LJP എന്നീ 2 പാർട്ടികൾ അവരുടെ എംപിമാരുടെ പ്രത്യേകം യോഗം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ അല്പസമയത്തിനകം BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ചേരും. ഇന്നലെ TDP അവരുടെ യോഗം പൂർത്തിയാക്കുകയും ചെയ്തു. ഈ യോഗമൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാ എംപിമാരും NDA യോഗത്തിലെത്തും. ആ യോഗത്തിൽ വെച്ച് പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കും. തുടർന്ന് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതിയെ കാണും. ഘടകകക്ഷികളുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തുൾപ്പെടെ രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് NDA പോവുകയും ചെയ്യും. ഈ രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ 8-ാം തീയതി സത്യപ്രതിജ്ഞ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ 9-ാം തീയതിയുടെ കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട്. 9-ാം തീയതി വൈകിട്ടായിരിക്കും സത്യപ്രതിജ്ഞ എന്നും ഉറപ്പായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപ് മന്ത്രിസഭയുടെ മുഴുവൻ അംഗങ്ങളും ആരൊക്കെയാണെന്ന് തീരുമാനിച്ച ഒരു ഫുൾ ക്യാബിനറ്റ് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയിലാണ് BJP ഉള്ളത്. അതുകൊണ്ട് തന്നെ NDA യോഗത്തിനോടൊപ്പം തന്നെ അതിൻ്റെ സമാന്തരമായി തന്നെ ഘടകകക്ഷികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിക്കൊണ്ട് ധാരണയിലെത്തുക എന്നുള്ള തീരുമാനം കൂടി BJP കൈക്കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി JDU അതുപോലെ തന്നെ TDP ഈ 2 പാർട്ടികളെ പരമാവധി അനുനയിപ്പിക്കുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. TDP 5-6 കേന്ദ്ര സഹമന്ത്രി സ്ഥാനങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ JDUവിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനങ്ങൾ 5 എണ്ണം വരെ JDUവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ JDUവിൻ്റെ യോഗം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ യോഗത്തിൽ എംപിമാർ തീരുമാനിച്ചിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഒന്ന്, ബീഹാറിൻ്റെ പ്രത്യേക പദവി അത് സംബന്ധിച്ചിട്ടുള്ള ഉറപ്പ് NDAയിൽ നിന്ന് വാങ്ങിയെടുക്കണം. അതുപോലെ തന്നെ മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോൾ അതിൽ റെയിൽവേ വകുപ്പ് അത് JDUവിന് തന്നെ ലഭിക്കണം. ഈ 2 ആവശ്യങ്ങൾ എന്തായാലും NDAയ്ക്ക് മുന്നിൽ അറിയിക്കാനുള്ള ഔദ്യോഗികമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം മറ്റ് വകുപ്പുകളൊന്നും ആവശ്യപ്പെടില്ല എന്നുള്ളതല്ല. ഈ 2 കാര്യങ്ങൾ എന്തായാലും അതിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ JDU നിശ്ചയിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ പാർട്ടികളൊക്കെ തന്നെ അവരുടെ വിലപേശൽ തുടരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്നും നാളെയുമായി ഈ പാർട്ടികളെ ഒക്കെ തന്നെ പരമാവധി അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ നമ്മൾ K സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെയും പാർലമെൻറ്റിനകത്തേക്കുള്ള അവരുടെ വരവെങ്ങനെയെന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. BJPക്ക് ഈ മന്ത്രിസഭയിൽ വലിയ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും എന്നുള്ളത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ 25 അംഗങ്ങളിൽ 3 പേർ മാത്രമായിരുന്നു ഘടകകക്ഷി ക്യാബിനറ്റ് മന്ത്രിമാർ. ഒന്ന് രാംവിലാസ് പാസ്വാൻ, അതുപോലെ തന്നെ മറ്റൊരാൾ ഹർസിമ്രത് കൗർ ബാദൽ, പിന്നീട് അരവിന്ദ് സാവന്ത് ശിവസേനയുടെ. ഈ 3 പേർ മാത്രമായിരുന്നു ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും BJP ആയിരുന്നു. BJP മന്ത്രിമാരായിരുന്നു 22 പേരും. പക്ഷേ ഇത്തവണ ഈ ഒരു 25 പേരെ തന്നെ ക്യാബിനറ്റ് പദവിയോടുകൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയാണ് BJP എങ്കിൽ സ്വാഭാവികമായും ആ 25-ൽ 3-1 സീറ്റുകളും ഘടകകക്ഷികൾ അല്ലെങ്കിൽ 3-1 മന്ത്രിസ്ഥാനങ്ങളും ഘടകകക്ഷികൾക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ MOSകളുടെ കാര്യത്തിലും ആകെ 57 അംഗ മന്ത്രിസഭ കേന്ദ്ര മന്ത്രിസഭയായിരുന്നു. ആ 57 അംഗ കേന്ദ്ര മന്ത്രിസഭയിലും വലിയ തോതിൽ BJPയുടെ എണ്ണം കുറയുമെന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ TDP അതുപോലെ തന്നെ JDU, ശിവസേന പോലെയുള്ള പാർട്ടികളെ കൂടാതെ HD കുമാരസ്വാമിയുടെ JDS, RLD, അപ്നാദൾ തുടങ്ങിയ പാർട്ടികളെയൊക്കെ തന്നെ സഹമന്ത്രി സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടായിരിക്കണം ഈ ക്യാബിനറ്റിൽ BJPക്ക്
അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരിക. ആ രീതിയിൽ വലിയ വിട്ടുവീഴ്ച അവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോഴും ഒരു കാര്യം BJP വ്യക്തമാക്കുന്നുണ്ട്, 4 പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. ധനമന്ത്രി സ്ഥാനം, ആഭ്യന്തരമന്ത്രി സ്ഥാനം, വിദേശകാര്യമന്ത്രി സ്ഥാനം, പ്രതിരോധ മന്ത്രി സ്ഥാനം, ഈ 4 ക്യാബിനറ്റ് പദവികൾ മറ്റ് ഘടകകക്ഷികൾക്ക് കൈമാറില്ല എന്ന് BJP വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ സ്പീക്കറുടെ കാര്യത്തിലും BJP മറ്റൊരാലോചനയെ ഉദ്ദേശിക്കുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര കൃത്യമായൊരു ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം, ഒരു പക്ഷേ JDUവും അതുപോലെ തന്നെ TDPയും ഒക്കെ തന്നെ പിണങ്ങുകയാണെങ്കിൽ സഭയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനം BJPക്ക് തന്നെ വേണ്ടതുണ്ട്. അതുകൊണ്ട് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിലും അവർ വേറെ ആലോചനകൾ ഒന്നും നടത്തുന്നില്ല. അതേസമയം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് വേണമെങ്കിൽ TDPയെ പരിഗണിക്കാം എന്നുള്ള ആലോചന BJP നടത്തുകയും ചെയ്യുന്നുണ്ട്.